അകാലത്തിൽ പൊലിഞ്ഞ ഇമ്മാലിവലില് അസുറുപൂജയുമായി ആയിരക്കണക്കായ ജനങ്ങളാണ് നരിമറ്റത്തിൽ വീട്ടിലേക്കും കടുത്തുരുത്തി സെന്റ് മേരീസ് താഴ്ത്തുപള്ളിയിലേക്കും ഒഴുകി എത്തിയത്. ഇമ്മാനുവലിന്റെ അകാല വിയോഗത്തിൽ വേദനിക്കുന്ന മോൻസ് ജോസഫ് MLAയെയും ഭാര്യയും അധ്യാപികയുമായ സോണിയയെയും ഏക സഹോദരി മരിയയെയും ആശ്വസിപ്പിക്കാനും ആയിരങ്ങൾ സമയം കണ്ടെത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളായി ആപ്പാഞ്ചിറ നരിമറ്റത്ത് വീട്ടിലേക്ക് ജനങ്ങളുടെ വലിയ പ്രവാഹമായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9ഓടെ മുട്ടുചിറ ഹോളി ഗോസ്റ്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം മോൻസ് ജോസഫ് MLAയുടെ നരിമറ്റത്ത് വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ വീട് ജനസഞ്ചയമായി മാറിക്കഴിഞ്ഞിരുന്നു. നിയമപാലകരുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് എത്തിയ മുഴുവൻ ആളുകൾക്കും ഇമ്മാനുവലിനെ കണ്ട് തിരികെ മടങ്ങാൻ അവസരം ലഭിച്ചത്. ടൗണിലടക്കം പ്രത്യേക ഗതാഗത ക്രമീകരണങ്ങളും നടപ്പിലാക്കിയിരുന്നു. കടുത്തുരുത്തി ടൗണിലെ കടകമ്പോളങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായി സമിതിയുടെയും നേതൃത്വത്തിൽ അടച്ച് ഹർത്താൽ ആചരിച്ചാണ് നാട് ദുഃഖത്തിൽ പങ്കുചേർന്നത്. കടുത്തുരുത്തി സെന്റ് മേരീസ് താഴ്ത്തുപള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ പാലാരൂപതയിലെ ഒട്ടനേകം വൈദികർ കാർമ്മികരായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ ബാബു തുടങ്ങിയവരടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നരിമറ്റത്ത് വീട്ടിലെത്തി അനുശോചനം അറിയിച്ചിരുന്നു. സംസ്കാര ശുശ്രൂഷകളിൽ മന്ത്രിമാരായ KM മാണി, PJ ജോസഫ്, ജോസ് കെ മാണി MP, വിവിധ MLAമാർ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ബൗദ്ധിക മണ്ഡലങ്ങളിലെ പ്രമുഖർ, മാധ്യമപ്രവർത്തകർ തുടങ്ങി അനേകം പേർ പങ്കെടുത്തു.